നമുക്ക് 132 സർഗത്തിലെ 12 ശ്ലോകം മുതൽ വായിക്കാം. പക്ഷേ ഇന്നലെ നമ്മൾ വായിച്ച് നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. എവിടെയാണ് നമ്മൾ നിർത്തിയത്? ഭാസൻ പറയുകയാണ്, അല്ലെങ്കിൽ വിവശിത്ത് പറയുകയാണ്, ഒരു ജഗത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന ഞാൻ മഹാസമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരാകാശത്തിൽ പതിച്ചു. ആ ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ബന്ധനസ്ഥനായതുപോലെ ഞാൻ സമയത്തിൻ്റെ വിവിധ മാത്രകളെ അനുഭവിച്ചു. സമയത്തിൻ്റെ വിവിധ മാത്രകളെന്ന് പറഞ്ഞാൽ രാവ്, പകൽ, മാസം, ഋതു, വർഷം, ഇതെല്ലാം സമയത്തിൻ്റെ മാത്രകളാണ്, സമയത്തിൻ്റെ അളവുകോലുകൾ. അപ്പോൾ ഞാൻ ആ ആകാശത്തിൽ സമയത്തിൻ്റെ മാത്രകളെ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി നമ്മൾ വായിക്കേണ്ടത്. ആകാശകോശ പതനാനുഭവൈകവൃത്തേഃ ശ്രാന്തസ്യ മേ പദമകാര്യഥ നിദ്രയാന്തഃ താദൃക് സുഷുപ്തവപുഷാധമയോപലബ്ധം സ്വപ്നാത്മജാഗ്രതി തദാത്മനി തത്ര വിശ്വം. ആകാശകോശ പതനാനുഭവൈകവൃത്തേഃ, ഞാൻ ആ ആകാശത്തിൽ മഹാസമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആകാശത്തിൽ വീണു എന്ന് പറയുമ്പോൾ ആ വീഴ്ച അവസാനിക്കുന്നില്ല. വീഴ്ച എപ്പോഴാണ് അവസാനിക്കുന്നത്? ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ തട്ടി നിൽക്കുമ്പോൾ നമ്മുടെ പതനത്തെ തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ഒന്നുണ്ടാവുമ്പോഴാണ് പതനം നിലയ്ക്കുക. ഇവിടെ തടഞ്ഞു നിർത്താനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണുകൊണ്ടേയിരുന്നു എന്നാണ്. അനന്തമായ ആ ആകാശത്തിൽ ഞാൻ നിരന്തരം പതിച്ചുകൊണ്ടേയിരുന്നു. ശ്രാന്തസ്യമേ പദമകാര്യഥ നിദ്രയാന്തഃ, ഒരവസാനവുമില്ലാത്ത പതനം. അങ്ങനെ ആകാശത്തിലൂടെ നിരന്തരം പതിക്കുന്നവനായി ഞാൻ തളർന്നുപോയി. വീണ് തളർന്നുപോയി എന്നർത്ഥം. അങ്ങനെ തളർന്നുപോയ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അനന്തമായ ആകാശത്തിലൂടെ ഭാസൻ താഴേക്ക് പതിച്ചപ്പോൾ എവിടെയെങ്കിലും തട്ടി നിൽക്കും എന്നൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരവസാനവുമില്ലാതെ ഇങ്ങനെ ആ പതനം തുടർന്നു കൊണ്ടിരുന്നത് കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഭാസൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയപ്പോൾ ആ ഉറക്കത്തിൽ മറ്റൊരു ലോകത്തെ കണ്ടു എന്നാണ്, വേറൊരു ലോകത്തെ അനുഭവിച്ചു. താദൃക് സുഷുപ്തവപുഷാധമയോപലബ്ധം, ഞാൻ ഗാഠനിദ്രയിലേക്ക് പ്രവേശിച്ചു. ആ സുഷുപ്തിയിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ മറ്റൊരു ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങി. സ്വപ്നാത്മജാഗ്രതി തദാത്മനി തത്ര വിശ്വം, ജാഗ്രത്തിൽ ഞാൻ ഒരു ലോകത്തെ എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതുപോലെ വ്യക്തമായി ഞാൻ ഉറക്കത്തിലേക്ക് പോയപ്പോൾ സ്വപ്നത്തിൽ ഒരു ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങി. ആ സ്വപ്നത്തിലുള്ള കാഴ്ചകളെയാണ് ഇനി പറയുന്നത്. വർണ്ണിതേന പ്രകാരേണ ആകാശകോശേ പതനസ്യ ഗമനസ്യ അനുഭവനം ഏവൈകാ മുഖ്യ വൃത്തി യസ്യ തഥാ ചിരപതനേന ശ്രാന്തസ്യ. വളരെ ദൂരം അല്ലെങ്കിൽ വളരെ സമയം ആകാശത്തിലൂടെ പതിച്ചതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയിരുന്നു. ആ ക്ഷീണിച്ച എനിക്ക് ഉറക്കം വന്നു. അഥാനന്തരം നിദ്രയ, അങ്ങനെ ഞാൻ നിദ്രയിലേക്ക് പ്രവേശിച്ചു. അന്തർഹൃദി പദം സ്ഥാനമകാരി, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്രമിച്ചു. ആത്മാവ് അല്ലെങ്കിൽ ജീവൻ തൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗാഠനിദ്ര എന്ന അനുഭവം ഉണ്ടാകുന്നത്. മറ്റുള്ളതിൽ മനസ്സ് ചെല്ലാതെ തൻ്റെ തന്നെ ഉള്ളിൽ താനാകുന്ന ആത്മസ്വരൂപത്തിൽ വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവന്മാർ ഉറങ്ങുന്നത്, ഗാഠനിദ്രയിൽ കഴിയുന്നത്. അങ്ങനെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. താദൃശ സർവജനപ്രസിദ്ധേന സുഷുപ്ത വപുഷ, എല്ലാ ജീവന്മാർക്കും ഈ ഉറക്കം എന്താണ് എന്നുള്ള കാര്യം നല്ല പോലെ അറിയാം.
രാത്രിയും പകലും കിടന്നുറങ്ങുന്നവരാണ് പലരും. അതുകൊണ്ട് ഉറക്കം എനിക്ക് അറിഞ്ഞൂടാ എന്നൊരു പരാതി ഒരു ജീവിയും ഉന്നയിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്ന ആ ഗാഠനിദ്ര അല്ലെങ്കിൽ സുഷുപ്തി എന്ന അനുഭവത്തിൽ സ്ഥിതേനമയ സ്ഥിതി ചെയ്യുന്ന എന്നാൽ അധ അനന്തരം പ്രവൃത്തെ സ്വപ്നാത്മകെ, ഗാഠനിദ്രയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് എൻ്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ കടന്നത്. ആ സ്വപ്നം പോലെയുള്ള ജാഗ്രത അവസ്ഥയിൽ, അല്ലെങ്കിൽ ജാഗ്രത് പോലെ വ്യക്തമായ സ്വപ്നാവസ്ഥയിൽ. സ്വപ്നത്തിനും ജാഗ്രത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് വേദാന്തത്തിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ നാം അതിന് സത്യത്വം കൽപ്പിക്കുന്നു, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ ജാഗ്രത്തിലെ ലോകത്തിന് സത്യത്വം കൽപ്പിക്കുന്നു. ജാഗ്രത്തിൽ നമുക്കൊരു ശരീരമുണ്ട്, സ്വപ്നത്തിലും ഒരു ശരീരമുണ്ട്. സ്വപ്ന ശരീരവുമായി താതാത്മ്യപ്പെടുമ്പോൾ ജാഗ്രത് ശരീരവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നു. അതുപോലെ ഉണരുമ്പോൾ ജാഗ്രത് ശരീരവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ സ്വപ്ന ശരീരത്തെ നാം അനുഭവിക്കുന്നുമില്ല. പക്ഷേ രണ്ടനുഭവങ്ങളും അനുഭവിക്കുന്ന വേളയിൽ സത്യം തന്നെയാണ്. ഒരു വ്യത്യാസവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ആകെപ്പാടെ പറയാൻ പറ്റുന്ന ഒരു വ്യത്യാസം, സ്വപ്നത്തിനും ജാഗ്രത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്വപ്നത്തിൽ അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത എന്നൊരവസ്ഥയുണ്ട് എന്നറിയാൻ പറ്റില്ല, ഓർമ്മിക്കാൻ പറ്റില്ല. പക്ഷേ ജാഗ്രത്തിൽ നമുക്ക് സ്വപ്നം എന്നൊരവസ്ഥയുണ്ടായിരുന്നു, ഞാൻ പല പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റും. അതാണ് ജാഗ്രത അവസ്ഥയുടെ മേന്മ എന്ന് പറയുന്നത്. ജാഗ്രത്തിൽ മാത്രമേ മറ്റ് രണ്ടവസ്ഥകളും ഉണ്ട്. എനിക്ക് ഈ ജാഗ്രത അല്ലാത്ത സ്വപ്ന സുഷുപ്തികൾ എന്ന രണ്ടവസ്ഥകൾ കൂടെ ഉണ്ട് എന്നറിയാൻ കഴിയുന്നത് ജാഗ്രത്തിൽ മാത്രമാണ്. സ്വപ്നത്തിൽ കഴിയുന്ന ഒരാൾക്ക് ജാഗ്രതും സുഷുപ്തിയും തനിക്കുണ്ട് എന്ന് അറിയാൻ കഴിയില്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് സ്വപ്നത്തിൽ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കിടന്നുറങ്ങുന്നതായിട്ട് സ്വപ്നം കാണാം, പക്ഷേ സ്വപ്നത്തിൽ ക്ഷീണം ഉണ്ടായി എനിക്ക് എവിടെയെങ്കിലും ഒരിടത്ത് വിശ്രമിക്കണം എന്ന് ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. സ്വപ്നത്തിൽ തളർച്ചയില്ല, ജാഗ്രതയിലാണ് തളർച്ച. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ വിശ്രമിക്കാറില്ല. സ്വപ്നത്തിൽ പരിക്ക് സംഭവിക്കാം, കയ്യോ കാലോ ഒക്കെ മുറിയാം, ആശുപത്രിയിൽ പോവും, മരുന്ന് വെച്ച് കെട്ടും, അതൊക്കെ സാധ്യമാണ്. കാരണം സ്വപ്നം എന്ന് പറയുന്നത് വളരെ വ്യക്തമായ, ജാഗ്രത പോലെ തന്നെ വ്യക്തമായ ഒരു അനുഭവമാണ്. ആ സ്വപ്ന വേളയിൽ മറ്റ് രണ്ടവസ്ഥകളെക്കുറിച്ച് നമുക്ക് അറിയില്ല. മറ്റ് രണ്ടവസ്ഥകൾ നമുക്കുണ്ടെന്ന് തന്നെ നമ്മൾ അറിയുകയില്ല. സുഷുപ്തിയിൽ പിന്നെ ഒരനുഭവവും ഇല്ല, സ്വയം മറന്ന് ഉറങ്ങുകയാണ് ജീവന്മാർ സുഷുപ്തിയിൽ. ഇപ്പോൾ ഈ ജാഗ്രത്തിനുള്ള സവിശേഷതയാണ് മറ്റ് രണ്ട് അനുഭവങ്ങൾ കൂടെ തനിക്കുണ്ട് എന്ന് അറിയാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സുഷുപ്തിയിലേക്ക് പ്രവേശിച്ചു. സ്വപ്നാത്മകേ ജാഗ്രതി, സ്വപ്നം എന്ന് പറയുന്ന ജാഗ്രത്തിൽ, കാരണം ജാഗ്രത പോലെ അത്ര വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നതാണ് ഈ സ്വപ്നാവസ്ഥ. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്ന ജാഗ്രത്തിൽ ഞാൻ പ്രവേശിച്ചു. തഥാ തത്ര അന്തരേവ ആത്മനി സ്വസ്മിൻ വിശ്വമുപലബ്ധം ദൃഷ്ടം. അങ്ങനെ ഞാൻ സ്വപ്നാവസ്ഥയിലേക്ക് കടന്നപ്പോൾ എൻ്റെ തന്നെ ഉള്ളിൽ ഞാൻ മറ്റൊരു വിശ്വത്തെ, പ്രപഞ്ചത്തെ അനുഭവിച്ചു. ഭൂയോ ദിഗന്ത ഭുവനാമര മന്ദരാദ്രി സംസാരചഞ്ചലതയാ ലതയേവ പക്ഷീ അക്ഷീണവാദവലയാ പരിചാല്യമാനസ്തന്മാസുതാസു പതിതോ ഹി ജഗദ്ഗുഹാസു. ആ പ്രപഞ്ചത്തെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, സ്വപ്ന ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, ഭൂയഹ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ജാഗ്രതയിൽ ഉണ്ടായിരുന്ന എല്ലാം അവിടെയും ഉണ്ടായിരുന്നു. എന്താ സ്വപ്നത്തിൽ ഇല്ലാത്തത്? ജാഗ്രതയിലുള്ളതിനേക്കാളും കൂടുതൽ സ്വപ്നത്തിലുണ്ട്. ജാഗ്രതയിൽ അനുഭവിക്കാൻ കഴിയാത്ത പലതിനെയും നമുക്ക് സ്വപ്നത്തിൽ അനുഭവിക്കാം. അപ്പോൾ അവിടെ ഒരു കുറവുമില്ല, കൂടുതൽ മാത്രമേ ഉള്ളൂ.
അവിടെയും ഞാൻ എന്തൊക്കെ അനുഭവിച്ചു? ദിഗന്ത ഭുവന അമര മന്ദരാദ്രി സംസാര ചഞ്ചലതയാ. ദിഗന്തങ്ങൾ, ദിക്കുകളുടെ ഇടയ്ക്കുള്ള ഭാഗം, അതാണ് ദിഗന്തം. ഭുവനങ്ങൾ, അമരന്മാർ, ദേവന്മാർ, മന്ദരം തുടങ്ങിയ പർവ്വതങ്ങൾ, ഇങ്ങനെ ജാഗ്രത് ലോകത്തിലുള്ള എല്ലാം, അതിനേക്കാളും അല്പം കൂടുതലായി തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ മറ്റൊരു പ്രപഞ്ചത്തെ അനുഭവിച്ചു. സംസാര ചഞ്ചലതയാ ലതയേവ പക്ഷി. ചലിക്കുന്ന മനസ്സാണ് ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിശ്ചല മനസ്സിൽ ദൃശ്യം ഉണ്ടാവുകയില്ല. മനസ്സ് നിശ്ചലമായാൽ, സങ്കല്പത്തെ ഉപേക്ഷിച്ചിട്ട് അത് ഉള്ളിൽ തന്നെ ഒടുങ്ങിയാൽ അതിൻ്റെ പേരാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ നിങ്ങൾ വേറെ ഒരിടത്തും അന്വേഷിക്കേണ്ട. ചലിക്കുന്ന മനസ്സിൻ്റെ സങ്കല്പാത്മകമായ ചലനങ്ങൾ നിലച്ചാൽ ആ മനസ്സ് തന്നെ ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടും. വേറെ ഒന്നുമല്ല. ചിലത് നിർത്താൻ പറ്റില്ല, അതാണ് കുഴപ്പം. നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് നമ്മുടെ മനസ്സ്. അത് സദാ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എവിടെ പിടിച്ച് ഓഫ് എവിടെ തട്ടിയാൽ അത് ഓഫാവും. അജിയുടെ സഹായം തേടിയതുപോലെ, ഇദ്ദേഹം അജിയുടെ സഹായം തേടിയതുപോലെ ഋഷിമാരുടെ സഹായത്തോടു കൂടി മാത്രമേ മനസ്സാകുന്ന യന്ത്രത്തിൻ്റെ നിർത്താനുള്ള സ്വിച്ച്, ആ യന്ത്രത്തെ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓഫ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതാണ് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചലിക്കുന്ന മനസ്സ് തന്നെയാണ് സംസാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, ചലിക്കുന്ന മനസ്സ്. ചലിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പാഭിമുഖമായ മനസ്സ്, സങ്കല്പോന്മുഖമായ മനസ്സ്, സങ്കല്പരൂപത്തിൽ ഇളകി മറിയുന്ന മനസ്സ് തന്നെ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി പുറമേ അന്വേഷിച്ചാൽ ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. പുറമേ അന്വേഷിച്ചാൽ ഇതിൻ്റെ രഹസ്യം പിടികിട്ടില്ല. ഇത് ഉള്ളിലുള്ള മനസ്സിൻ്റെ ഒരു വിഭ്രമം മാത്രമാണ്. മനസ്സ് സങ്കല്പോന്മുഖമാകുമ്പോൾ അത് പ്രപഞ്ചാകാരേണ കാണപ്പെടുന്നു. അല്ലാതെ പുറമേ ഒരു പ്രപഞ്ചം ഇല്ലേ ഇല്ല. ഇങ്ങനെ ഒരു പ്രപഞ്ചത്തെ ഒരു ഈശ്വരനും സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ആർക്കു വേണ്ടി? അല്ല, ജീവന്മാർക്ക് വേണ്ടിയാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നൊക്കെ പുരാണങ്ങളിൽ വർണ്ണനകളുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തെ സത്യമാണെന്ന് കരുതുന്ന ജീവന്മാരുടെ പ്രപഞ്ചോത്പത്തിക്ക് കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി മാത്രം അവർ അങ്ങനെയൊക്കെ പറഞ്ഞു വച്ചു. അതിൽ കവിഞ്ഞ് ആ വർണ്ണനകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പുറമേ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഉള്ളതേ അല്ല. അപ്പൊ എന്താണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്? മനസ്സ് ചലിക്കുമ്പോഴാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് ശരി. പക്ഷേ പ്രപഞ്ചമായി കാണപ്പെടാൻ ഒന്നുണ്ടാവണമല്ലോ, ഒരു അധിഷ്ഠാനം. ആ അധിഷ്ഠാനത്തിൻ്റെ പേരാണ് ചിത്ത്, ബ്രഹ്മം. അതെവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതില്ലാത്ത ഇടമില്ല, അതില്ലാത്ത സ്ഥലമില്ല. സർവവ്യാപിയാണ് ആ ചിത്ത്. ആ ചിത്താകുന്ന അധിഷ്ഠാനത്തിൽ മനസ്സ് സങ്കല്പിക്കാൻ തുടങ്ങുമ്പോൾ, മനസ്സ് സങ്കല്പിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? ബ്രഹ്മമായിരുന്നു. സങ്കല്പിക്കുന്നതിന് മുമ്പുള്ള മനസ്സിൻ്റെ അവസ്ഥയാണ് ബ്രഹ്മം. സങ്കല്പിക്കുമ്പോഴും അത് ബ്രഹ്മം തന്നെ. സങ്കല്പം ഉപശമിച്ചാലും അത് ബ്രഹ്മമായി തന്നെ ബാക്കി നിൽക്കും. ബ്രഹ്മം മാത്രമേ മൂന്നവസ്ഥയിലും ഉള്ളൂ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലും. സുഷുപ്തിയിൽ മനസ്സില്ല, മനസ്സ് ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്.
മറ്റെല്ലാ അവസ്ഥകളിലും സുഷുപ്തി, അബോധാവസ്ഥ, ഈ രണ്ടവസ്ഥകൾ ഒഴികെയുള്ള എല്ലാ അവസ്ഥകളിലും മനസ്സ് സന്നിഹിതമാണ്, മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ചലിക്കുന്ന മനസ്സോടുകൂടിയ ഞാൻ സംസാരത്തെ, പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തുടങ്ങി. ഏതുപോലെ? ലതയേവ പക്ഷി, ഒരു ലത അല്ലെങ്കിൽ വള്ളിയിലിരിക്കുന്ന ഒരു പക്ഷി കാറ്റിൽ ആ വള്ളി ആടാൻ ആരംഭിക്കുമ്പോൾ ആ വള്ളിയോടൊപ്പം പക്ഷിയും ആടുന്നത് പോലെ, ചലിക്കുന്നത് പോലെ മനസ്സുമായി താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത് പോലെ തോന്നുന്നത്. മനസ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ, മനസ്സിൽ നിന്ന് അല്പം അകലെ മാറി നിന്ന് മനസ്സിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ചലിക്കില്ല, നമ്മൾ ഒരു ഒബ്സർവർ മാത്രമായിരിക്കും. കാണുന്നവൻ, ഒബ്സർവറിൻ്റെ വേറൊരു പേരാണ് വിറ്റ്നസ്, സാക്ഷി. സാക്ഷി മാത്രത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ കോപ്രായങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ മാറി നിന്ന് കാണാൻ പറ്റും. പക്ഷേ മനസ്സുമായി താതാത്മ്യപ്പെട്ടു പോകുന്നു നാം. മനസ്സിൽ നിന്ന് നമുക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സുമായി ഇഴുകിച്ചേരുന്നു, അഴുകിച്ചേരുകയല്ല, ഇഴുകിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടെന്താ? മനസ്സ് ചലിക്കുമ്പോൾ ഞാൻ ചലിക്കുന്നു, മനസ്സ് നിശ്ചലമാകുമ്പോൾ ഞാൻ നിശ്ചലമായിരിക്കുന്നു. മനസ്സ് ഒന്നിനെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ദേഷ്യമെന്ന വികാരം പൊന്തുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു. മനസ്സിൽ കാമം ഉണ്ടാകുമ്പോൾ ഞാൻ കാമിയാണ്, തുടങ്ങിയ വിചാരങ്ങൾ ഉണ്ടാകുന്നു. ഈ മനസ്സുമായിട്ടുള്ള അനാവശ്യമായ കൂട്ടുകെട്ട്, അതാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ആ കൂട്ടുകെട്ട് നമ്മളായിട്ടുണ്ടാക്കി വെച്ചതാണ്. ഈ മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം, അതൊരു വാസനയായി തീർന്നിരിക്കുന്നു. ആ വാസനയെ അല്പാൽപമായി വിടുർത്തി ആ മനസ്സുമായി ബന്ധപ്പെടാതെ മാറി നിന്ന് മനസ്സിൻ്റെ ചലനങ്ങളെ വീക്ഷിക്കാൻ കഴിഞ്ഞാൽ മനസ്സിൻ്റെ ചലനങ്ങൾ അല്പാൽപമായി കുറയും, മനസ്സ് ഉപശമിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനും നിരോധിക്കാനുമാണല്ലോ ആൾക്കാർ പെടാപ്പാടുപെടുന്നത്. എന്തൊക്കെ സാധനങ്ങൾ, യോഗം, പ്രാണായാമം, ധ്യാനം, ഇതൊക്കെ ഈ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കാനാണല്ലോ. പക്ഷേ ഈ മനസ്സ് അങ്ങനെയൊന്നും നമുക്ക് വഴങ്ങിത്തരില്ല. അതുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് മാറി നിന്ന് ആ മനസ്സിനെ കാണാൻ പരിശീലിച്ചാൽ, അതിനാദ്യം മനസ്സ് വേറെ ഞാൻ വേറെ എന്ന് ചിന്തിച്ചറിയണം. ചിന്തിച്ചറിയാത്തവർ മനസ്സിൻ്റെ പിടിയിൽ പെട്ടുപോകും. മനസ്സ് അങ്ങനെയുള്ള വ്യക്തികളെ വലിച്ചുകൊണ്ട് ഓടും. ദുഷ്ടനായ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന സവാരിക്കാരനെ ബലാത്കാരേണ വലിച്ചുകൊണ്ട് ഓടുന്നത് പോലെ ഈ മനസ്സാകുന്ന അശ്വം ജീവനെ വലിച്ചുകൊണ്ട് ഓടും. അതിനാദ്യം വേണ്ടത് കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങുക. അതാണ് ഈ ബന്ധം വിച്ഛേദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കുതിരയിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സുമായി താതാത്മ്യപ്പെടാതെ മാറി നിന്നുകൊണ്ട് ഈ കുതിരയുടെ ഓട്ടത്തെ ശ്രദ്ധിക്കുക. ഇവൻ ഏതേത് പ്രദേശങ്ങളിലാണ് സഞ്ചരിക്കുന്നത്, എവിടെയൊക്കെയാണ് എൻ്റെ മനസ്സ് അലഞ്ഞു നടക്കുന്നത് എന്ന് മാറി നിന്ന് വീക്ഷിക്കാൻ കഴിയണം. പക്ഷെ അങ്ങനെ കുറച്ചു നേരം വീക്ഷിക്കുമ്പോഴേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ കുതിരപ്പുറത്ത് കയറും. അതിൻ്റെ പുറത്ത് കയറി വീണ്ടും മനസ്സുമായി താതാത്മ്യപ്പെട്ട് പല സ്ഥലങ്ങളിലും പല വിചാരങ്ങൾക്കും അടിമയായിത്തീരും. അപ്പോൾ ഈ വീക്ഷിക്കുക എന്ന് പറയുന്നത്, സാക്ഷിഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ സാക്ഷിഭാവത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ ഒരു ലതയിൽ ഇരിക്കുന്ന പക്ഷി, ആ ലത കാറ്റിൽ ആടുമ്പോൾ, ചലിക്കുമ്പോൾ പക്ഷിയും എങ്ങനെയാണോ ചലിക്കുന്നത്, അതുപോലെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ, മനസ്സുമായി താതാത്മ്യപ്പെട്ട ഞാൻ മനസ്സിൻ്റെ ചലനങ്ങളിൽ പെട്ടുകഴിഞ്ഞു. അക്ഷീണവാദവലയ പരിചാല്യമാന. ഈ പക്ഷി എന്താണ് ചെയ്യുന്നത്? നിരന്തരമായ കാറ്റിൽപ്പെട്ട് വള്ളി ചലിക്കുമ്പോൾ
ആ വള്ളിയോടൊപ്പം ഈ പക്ഷിയും ചലിക്കും. അതുപോലെ തന്മാസു താസു പതിതോഹി ജഗദ്ഗുഹാസു, ചലിക്കുന്ന സങ്കല്പോന്മുഖമായ എൻ്റെ മനസ്സ് സൃഷ്ടിക്കുന്ന അനേകം ജഗത്തുക്കളാകുന്ന ഗുഹകളിൽ ഞാൻ നിരന്തരം പതിച്ചുകൊണ്ടേയിരുന്നു. സങ്കല്പങ്ങളാണ് ജഗത്തുക്കളെ ഉണ്ടാക്കുന്നത്. ലോകങ്ങളെ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ ഉപശമിപ്പിച്ചാൽ പ്രപഞ്ചം തന്നെ അസ്തമിക്കും. തത്രാപി ഭൂയോ ദിഗന്ധഭുവനാദി സംസാരേണ ചഞ്ചലതയാ അക്ഷീണവാദവലയാ ലതയാ പക്ഷീവ പരിചാല്യമാനോഹം താസു പൂർവസങ്കൽപ്പിതാസു തേഷാം ദൃശ്യാനാം മാനാനി മാഹ ഇയത്തയാ പരിച്ഛേദാഹ തല്ലക്ഷണാസു ജഗദ്ഗുഹാസു പതിതഃ. പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചം അനന്തമാണെങ്കിലും നമ്മുടെ അനുഭവത്തിലുള്ള പ്രപഞ്ചം ലിമിറ്റഡാണ്, പരിമിതമാണ്. നിങ്ങൾക്ക് ഒരു സമയത്ത് എത്ര കണ്ട് അനുഭവിക്കാൻ പറ്റും? ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശത്തെ നമുക്ക് ഒരു സമയത്ത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ അനുഭവത്തിലുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് പരിമിതമാണ്. പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ദേശങ്ങളിലൂടെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഓരോരോ അംശങ്ങളെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. ഈ ദൃശ്യങ്ങൾ, മാനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിമിതികളോട് കൂടിയതാണ്. കാരണം ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. പരിമിതികളുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി അനുഭവിക്കപ്പെടുന്ന പ്രപഞ്ചത്തിനും പരിമിതി ഉണ്ടാവണം. അപ്പോൾ അനന്തമായ പ്രപഞ്ചത്തെ നമുക്ക് ഒരേ സമയത്ത് അനുഭവിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഏതാനും ചില അംശങ്ങൾ മാത്രമേ നമുക്ക് ഒരു സമയത്ത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പരിച്ഛേദങ്ങളോട് കൂടിയ പ്രപഞ്ചത്തെ ഞാൻ അനുഭവിച്ചു. അതാണ് ഓരോരോ ജഗത്തുകൾ എന്ന് പറയുന്നത്. ആ ജഗത് ഗുഹകളിൽ ഞാൻ നിരന്തരം പതിച്ചുകൊണ്ടേയിരുന്നു. ഒരു ജഗത്തിൽ നിന്ന് മറ്റൊരു ജഗത്ത്, അതിൽ നിന്ന് മറ്റൊരു ജഗത്ത്, ഇങ്ങനെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. വിഷയാശാദൃശോ യാവത്താവദ്യാതഃ ക്ഷണാദഹം പുനസ്തഥൈവ പശ്യംസ്തു ദൃശ്യം യാതഃ പുനഃ പുനഃ. വിഷയാശയിൽ മനസ്സ് ഒട്ടിപ്പോയി. വിഷയം എന്ന് പറഞ്ഞാൽ ബാഹ്യ ജഗത്ത്, ദൃശ്യങ്ങൾ എന്നർത്ഥം. ദൃശ്യത്തിൻ്റെ അന്തം കാണാൻ വേണ്ടിയാണല്ലോ ഈ വിപശ്ചിത്ത് ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം, വിഷയങ്ങളെ കണ്ട് രസിക്കണം, വിഷയങ്ങളൊക്കെ അനുഭവിച്ച് സ്വയം തൃപ്തി വരുത്തണം എന്ന് വിചാരിച്ചു. ഒരിക്കലും സാധ്യമല്ല. സുഖഭോഗങ്ങളെ അനുഭവിച്ച് നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ദ്രിയ സുഖങ്ങൾ എത്ര അനുഭവിച്ചാലും ഒടുങ്ങില്ല. വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള കൊതി, ആർത്തി, ദുര അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അഗ്നിയിൽ നെയ്യൊഴിച്ച് അഗ്നിയെ കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് എന്നാണ് യയാതി പറഞ്ഞത്. യയാതിയുടെ ചരിത്രത്തിൽ യയാതി ഉർവശി എന്നുള്ള അപ്സരസിൻ്റെ അടിമയായി അവളുടെ പുറകെ ഒരു ദാസനെ പോലെ ഉടുതുണി പോലും ഇല്ലാതെ നഗ്നനായി നാണം കെട്ട് ആ ദേവിയുടെ പുറകെ പോയി. ആ ഉർവശിയാണെങ്കിൽ മൈൻഡ് ചെയ്തേ ഇല്ല. യയാതി രാജാവാണ്, ക്ഷത്രിയനാണ്. പുറകെ ഇങ്ങനെ പോന്നു, എന്നെ വിട്ടിട്ട് പോലെ. അവളാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ നാണം കെട്ട് ഒരു സ്ത്രീയുടെ പുറകെ നിർലജ്ജനായി യയാതി പുറകെ പോയി. അപ്പം അത്രയും ഈ കാമം എന്ന് പറയുന്നത് മനുഷ്യനെ അധപ്പതിപ്പിക്കും. കോപവും അതുപോലെ തന്നെ. കാമമാണ് കോപമായി മാറുന്നത്. കാമമില്ലാത്തവന് കോപം ഉണ്ടാവുകയില്ല. കോപിക്കുന്ന ഋഷി എന്ന് പറഞ്ഞാൽ അയാൾ കാമിക്കുന്ന ഋഷി ആയിരിക്കും. ഉള്ളിൽ കാമമുള്ള ഋഷിക്ക് മാത്രമേ കോപമുണ്ടാവൂ. കാമത്തിന് തടസ്സം സംഭവിക്കുമ്പോൾ,
ആ കാമം തന്നെ കോപമായി രൂപം മാറുകയാണ് ചെയ്യുന്നത്. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് കാമവും ക്രോധവും. അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ കാമക്രോധങ്ങൾക്ക് ഭേദം കൽപ്പിക്കാത്തത്. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. ഏകവചനത്തിലാണ് പ്രയോഗിക്കുന്നത്. ഈ കാമം, ഈ കോപം, കാമവും കോപവും എന്നല്ല പറഞ്ഞത്, ഈ കാമം അല്ലെങ്കിൽ ഈ കോപം. അപ്പൊ കാമത്തിനും കോപത്തിനും ഭഗവാൻ വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. ദിസ് ഡിസയർ, ദിസ് ആങ്കർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവയ്ക്ക് തമ്മിൽ വ്യത്യാസമില്ല. കാമത്തിന് വിഘ്നം വരുമ്പോൾ കാമം തന്നെ കോപമായി രൂപം പ്രാപിക്കും, മാറും. കോപം കാമമായിട്ട് ഒരിക്കലും മാറില്ല. ആരംഭം കാമത്തിലാണ്. കാമത്തിൽ തുടങ്ങി കോപത്തിൽ അവസാനിക്കും. കോപം അരുതാത്ത കർമ്മങ്ങളിൽ കലാശിക്കും. കോപത്തിന് വശംവദരായിട്ടാണ് മനുഷ്യർ പല അരുതാത്ത കർമ്മങ്ങളും ചെയ്യുന്നത്, പാപങ്ങൾ ചെയ്യുന്നത്. കുത്ത്, വെട്ട്, കൊലപാതകം, ബലാത്സംഗം, ഇതെല്ലാം കോപം കൊണ്ടും മനുഷ്യർ ചെയ്യാറുണ്ട്. കാമപൂർത്തീകരണത്തിന് വേണ്ടിയാണ് ലോകത്തിൽ പാപങ്ങൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഓരോ തരം ആശകളാണ്. അതിൽ അതിശക്തമായ ആശയെ പൂർത്തീകരിക്കാനായിട്ടാണ് മനുഷ്യർ പാപം ചെയ്യുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആഗ്രഹമാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. ഒരാഗ്രഹവും ഇല്ലാത്തവൻ പാപം ചെയ്യില്ല. അവൻ്റെ കർമ്മങ്ങൾ ലോകത്തിന് ഉപകാരപ്രദങ്ങളായി മാത്രമേ ഭവിക്കൂ. അപ്പോൾ വിഷയാശ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആണ് ഞാൻ ദൃശ്യങ്ങളുടെ അന്തം കാണണം എന്ന് തീരുമാനിച്ചത്. ആ ആഗ്രഹം ഉള്ളിൽ തുടർന്ന് നിലനിന്നത് കൊണ്ട് ഞാൻ ദൃശ്യ പരമ്പരയെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നു. ക്ഷണാദഹം പുനസ്തഥൈവ പശ്യംസ്തു. ഒരു ദൃശ്യത്തെ കാണും, ആ ദൃശ്യത്തിൻ്റെ അവസാനം ആയി എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദൃശ്യം അതിനപ്പുറത്തുണ്ടാവും. ഇങ്ങനെ ദൃശ്യങ്ങളുടെ മേൽ ദൃശ്യത്തിനെ തുടർന്ന് മറ്റ് ദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ലോകങ്ങളിൽ നിന്ന് ലോകാന്തരങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ യാത്ര ഒടുങ്ങിയില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനായി അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കരുത്. സുഖങ്ങളെയൊക്കെ അനുഭവിച്ച് തീർത്തിട്ട് ഞാൻ ആധ്യാത്മികതയിലേക്ക് തിരിയാം. ഒരിക്കലും സാധ്യമല്ല. സുഖങ്ങൾ അനുഭവിക്കും തോറും അവയിലുള്ള കൊതി വർദ്ധിച്ചു വരികയേ ഉള്ളൂ. ഒരിക്കലും ആഗ്രഹങ്ങളെ ആഗ്രഹപൂർത്തീകരണത്തിലൂടെ നിർത്താൻ സാധ്യമല്ല. മഹാശനനാണ്, മഹാപാപ്മാവാണ് ഈ ആശ അല്ലെങ്കിൽ ആഗ്രഹം. മഹാശനൻ എന്ന് പറഞ്ഞാൽ പെരുവയറൻ. എത്ര തിന്നാലും അവന് തൃപ്തി വരില്ല. അഗ്നിയുടെ പേര് അനലൻ എന്നാണ്. സംസ്കൃതത്തിൽ അലം എന്ന് പറഞ്ഞാൽ മതി, ഇനഫ് എന്നാണ് അർത്ഥം. ഒരിക്കലും തൃപ്തി വരാത്തവനാണ് ഈ അഗ്നിദേവൻ. എത്ര ഇട്ടാലും അതെല്ലാം ഭക്ഷിച്ച് തീർത്തിട്ട് ഇനിയും കൊണ്ടുവാ, ഇനിയും കൊണ്ടുവാ എന്ന് പറയും. അഗ്നിയിൽ എത്ര ഇന്ധനം നിക്ഷേപിച്ചാലും ആ ഇന്ധനം കൊണ്ട് അഗ്നി അണഞ്ഞു പോകുന്നില്ല. ആ ഇന്ധനത്തെയൊക്കെ ഭക്ഷിച്ചിട്ട് വീണ്ടും അഗ്നി ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് കാമം. അനുഭവിക്കും തോറും അത് തീജ്വാലകളെപ്പോലെ വർദ്ധിച്ചു വരികയേ ഉള്ളൂ. അതുകൊണ്ട് കാമപൂർത്തീകരണത്തിലൂടെ കാമങ്ങൾക്ക് അറുതി വരുത്താം എന്നാരും കരുതണ്ട. കാമങ്ങളെ വേണ്ട എന്ന് വയ്ക്കുക വഴിയാണ് അവയെ ജയിക്കുക. മനസ്സിലൊരാഗ്രഹം വരുന്നു, വേണം വേണമെന്നുള്ള ഒരു ആർത്തി, മനസ്സ് വല്ലാതെ ചലിക്കുന്നു. നമ്മുടെ
പൗരുഷത്തെ പ്രയോഗിച്ച് ആ ആഗ്രഹത്തെ വേണ്ട എന്ന് മാറ്റി നിർത്തുകയാണ് ആഗ്രഹങ്ങളെ ജയിക്കാനുള്ള ഫലപ്രദമായ മാർഗം. വേണ്ടാന്ന് വയ്ക്കുക. അത് തന്നെയാണ് സന്യാസം. ത്യാഗം എന്ന് പറയുന്നത് അത് തന്നെ. ത്യാഗത്തിലൂടെയാണ് അമൃതത്വം നേടിയത് മഹർഷിമാർ. മരണമില്ലാത്ത അവസ്ഥ ത്യാഗത്തിലൂടെ, സന്യാസത്തിലൂടെ. കാവ്യവസ്ത്രം കൊടുത്ത് അങ്ങനെ വേഷം കെട്ടി നടക്കുന്ന സന്യാസമല്ല. മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വയ്ക്കുക. ഇത് മനസ്സിൻ്റെ ഒരു രോഗമാണ്. എന്ത്? ഇങ്ങനെ സങ്കല്പിക്കുക, ഓരോന്നിനു വേണ്ടി ദാഹിക്കുക, ആഗ്രഹിക്കുക. അത് മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ്, വീക്ക്നെസ്സാണ് എന്ന് മനസ്സിലാക്കി ആ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ അവയെ വേണ്ട എന്ന് ത്യജിക്കാനുള്ള ഒരു മനോബലം നേടിയെടുക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആഗ്രഹങ്ങൾ പൊന്തിയതിന് ശേഷം അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ആഗ്രഹം പൊന്തി അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് ഒരു നിയന്ത്രണവും സാധ്യമല്ല. അതിൻ്റെ പുറകെ പോകാനേ പറ്റൂ. അത് നമ്മയും വലിച്ചു കൊണ്ടോടും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പൊന്തുമ്പോൾ തന്നെ, ഒരാശ മനസ്സിൽ ഉദിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കി ആത്മാവ് മാത്രമേ ഉള്ളൂ, ഈ ആഗ്രഹമായി പൊന്തിയത് വെറും ഒരു ഭ്രമമാണ്, മനസ്സിൻ്റെ ഒരു കളിയാണ് എന്ന് ഓർമ്മിച്ച് പതുക്കെ പതുക്കെ കാലക്രമത്തിൽ പല കൊല്ലങ്ങൾ കൊണ്ട്, കാലക്രമം എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ എന്നല്ല, കുറേ വർഷങ്ങളുടെ ഒടുവിലെങ്കിലും ഈ ആഗ്രഹങ്ങളെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയണം. അല്ലാതെ രക്ഷയില്ല. ദൃശശ്ചക്ഷുഷോ യാവത് പര്യന്തം വിഷയാശാ പ്രസൃത. കണ്ണെത്തുന്ന ദൂരത്തോളം ദൃശ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. അനന്തമായ ആകാശത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടിയെ പായിച്ചാൽ എന്തെന്തൊക്കെയോ കാണാം. വിദൂരതയിലുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പുറമേ അന്വേഷിച്ചാൽ ദൃശ്യങ്ങൾക്ക് ഒരന്തവും ഉണ്ടാവില്ല. ഉള്ളിലും ദൃശ്യങ്ങൾ പൊന്താറുണ്ട്. സങ്കല്പങ്ങൾ, അവിടെയും പല രൂപങ്ങളും ഭാവങ്ങളും അനുഭവങ്ങളുമൊക്കെ പ്രകാശിക്കാറുണ്ട്. അതും കള്ളം തന്നെ. പുറത്തുള്ളത് കള്ളമാണെങ്കിൽ ഉള്ളിലുള്ളത് കള്ളമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അകത്തുള്ള ലോകത്തേക്കാൾ പുറത്ത് കാണപ്പെടുന്ന ലോകത്തിനാണ് നമ്മൾ കൂടുതൽ സത്യത്വം കൽപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ലോകം കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത് ആ വ്യക്തി മാത്രം അനുഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ ബാഹ്യലോകം അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒന്നാണ് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. എല്ലാവരും ഒരുപോലെയല്ല ഈ ലോകത്തെ അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന കാഴ്ചയിൽ സമാന സ്വഭാവം ഉണ്ടാവാം. പക്ഷേ ഓരോ കാഴ്ചയും ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാക്കുന്ന ചലനം വിഭിന്നമാണ്. ഞാൻ ഒരു വസ്തുവിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് ചിന്തയാണോ ഉണ്ടാവുന്നത് ആ ചിന്തയായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവുന്നത്. കാഴ്ച പൊതുവാണ്, പക്ഷെ ആ കാഴ്ചയല്ല നമ്മൾ ലോകമെന്ന് പറയുന്നത്. കാഴ്ചയും കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചലനവും ചേർന്നതാണ് യഥാർത്ഥത്തിൽ ലോകം. അപ്പോൾ ഈ പുറമേ ഉള്ളത് അതാണ് ലോകമെന്ന് വിചാരിക്കരുത്. ആ ലോകത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചലനങ്ങൾ, അത് ആഗ്രഹങ്ങളാകാം, വികാരങ്ങളാകാം, ദേഷ്യമാകാം, എന്ത് വേണമെങ്കിലും ആകാം, അതും കൂടെ ചേർന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അല്ലാതെ ആ ദൃശ്യാനുഭവങ്ങൾ മാത്രമല്ല. അപ്പോൾ ഉള്ളിൽ പലതിനെയും കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ചക്ഷുഷോ യാവത് പര്യന്തം, കണ്ണെത്തുന്ന ദൂരത്തോളം ഈ ദൃശ്യങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരുന്നു.
വിഷയാശാ പ്രസൃത, എൻ്റെ വിഷയങ്ങളിലുള്ള ആശ പ്രസരിച്ചു കൊണ്ടേയിരുന്നു. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ, പ്രപഞ്ച ദൃശ്യങ്ങൾ, അവയെ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ അതിശക്തമായിരുന്നത് കൊണ്ട് ദൃശ്യങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നു. അഹം താവത് പ്രദേശപര്യന്തം, എൻ്റെ നോട്ടം എത്തുന്ന സ്ഥലം വരെ അത്രയും ദൂരത്തിൽ ഞാൻ ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടേയിരുന്നു. ക്ഷണാദ്യാത, ക്ഷണനേരം കൊണ്ടാണ് ഈ ദൃശ്യാനുഭവം എനിക്കുണ്ടായത്. പുനരപി തഥൈവ പശ്യൻ, ദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ദൃശ്യങ്ങൾ പുതിയതായി വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവയെ ഞാൻ അനുഭവിച്ചു കൊണ്ടുവരുന്നു. തഥൈവ പശ്യൻ സൻ തദ് ദർശന കൗതുകേന, എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് അവയ്ക്കൊരു അറുതി വന്നില്ല എന്ന് ചോദിച്ചാൽ, കാണണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൃശ്യങ്ങളെ കാണണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, ദർശനത്തിൽ കൗതുകമുണ്ടായിരുന്നത് കൊണ്ട്. ദർശനത്തിൽ കൗതുകം എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ, പുതിയ പുതിയ ദൃശ്യങ്ങളെ കാണണം എന്ന ഒരു ആഗ്രഹമോ കൗതുകമോ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് പുനഃ ദൃശ്യം യാതഃ അസ്മീത്യർത്ഥ, ഞാൻ ദൃശ്യങ്ങളെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഇതി ദൃശ്യം അദൃശ്യം ച ഗമ്യം ചാഗമ്യമേവ ച വേഗാല്ലംഘയതോ ദേശം മമ വർഷഗണാഗതാഃ. ഞാൻ ഒരിടത്തിരുന്നു കൊണ്ട് നാല് ഭാഗത്തും നോക്കിയതല്ല, ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ബസ്സിലും കാറിലും ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പുറമേയുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ ഓടി മറയുന്നത് പോലെ തോന്നുന്നില്ലേ? പുതിയ പുതിയ ദൃശ്യങ്ങളെ നമ്മൾ കാണുന്നില്ലേ? അതുപോലെ സഞ്ചരിച്ചുകൊണ്ട്, ചലിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൃശ്യങ്ങളെ അനുഭവിച്ചത്. ഇതി ദൃശ്യം അദൃശ്യം ച, ഇങ്ങനെ കാണപ്പെട്ടതിനെയും കാണപ്പെടാത്തവയെയും ഗമ്യം ച അഗമ്യമേവ ച, ചെന്നെത്താൻ പറ്റുന്നവയും ചെന്നെത്താൻ കഴിയാത്തവയും, ഇങ്ങനെയുള്ള പലതിനെയും ഞാൻ താണ്ടി കടന്നുകൊണ്ടിരുന്നു. ഞാൻ യാത്ര ചെയ്യുകയാണ്. ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ മാത്രമേ പറ്റൂ, അവിടെ ചെന്നെത്താൻ പറ്റില്ല. ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അഗാധ ഗർത്തം കാണാം, അതിനെ കാണാനേ പറ്റൂ. അവിടെ മുകളിൽ നിന്ന് എടുത്ത് ചാടി അവിടെ എന്തൊക്കെയുണ്ട് എന്ന് താഴെ ചെന്ന് പരിശോധിക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണാനും ചെന്നെത്താനും പറ്റുന്ന ദൃശ്യങ്ങളുണ്ട്. കണ്ട് മാത്രം ചെന്നെത്താൻ പറ്റാതെ കാണാൻ മാത്രം കഴിയുന്ന ദേശങ്ങളുമുണ്ട്. ഇങ്ങനെ ഗമ്യവും അഗമ്യവുമായ, ഗമ്യം ചെന്നെത്താൻ പറ്റുന്നത്, അഗമ്യം ചെന്നെത്താൻ പറ്റാത്തത്, അങ്ങനെയുള്ള പല പ്രദേശങ്ങളെയും വേഗാത് ലംഘയതഃ, അതിവേഗത്തിൽ ഞാൻ പായുകയാണ്. വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ മമ വർഷഗണാഗതാഃ, വർഷങ്ങൾ കടന്നുപോയി എന്നാണ്. അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പല വർഷങ്ങൾ യാത്ര ചെയ്താൽ അയാൾ എന്തൊക്കെയാവും കണ്ടിരിക്കുക? ഒന്ന് ഭാവന ചെയ്ത് നോക്കൂ. നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കൊല്ലങ്ങൾ കൊണ്ട് ഏതൊക്കെ ദൃശ്യത്തെ കണ്ടിട്ടുണ്ടാവും? നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി എന്നാണ് ഭാസൻ പറയുന്നത്. യദ്യപി മയാ നേദം സതിതി വിചാരാനുഭവേ സ്ഥിതം, ഇതല്ല ഇതും സത്യമല്ല ഇതും സത്യമല്ല എന്ന് ഞാൻ ഓരോ ദൃശ്യത്തെയും ഉള്ളുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. കുറേയൊക്കെ തത്വജ്ഞാനം നേടിയ ഒരു വ്യക്തിയായിരുന്നു ഈ ഭാസൻ എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആത്മാവിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നേതി പ്രക്രിയയിലൂടെ. അതായത് ഓരോ ദൃശ്യത്തെയും കാണുമ്പോൾ ഇതല്ല എന്തല്ല, ഇതും ആത്മാവല്ല, ഇതിനും അപ്പുറത്ത് കാണപ്പെടാതെ ദൃശ്യരൂപത്തിലല്ലാതെ പ്രകാശിക്കുന്ന ഒന്നാണ്, ദൃശ്യങ്ങളുടെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന ഒന്നാണ്,
ദ്രഷ്ടാവായി പ്രകാശിക്കുന്നതാണ് ഈ ആത്മാവ് എന്ന് ദൃശ്യങ്ങൾ ഓരോന്നിനെയും വിലക്കിക്കൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ഈ ദൃശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. മയാ നേദം സത് നേദം സത്. സത് എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇതും വാസ്തവമല്ല, ഈ ദൃശ്യവും സത്യമല്ല എന്ന് ഞാൻ ഓരോ ദൃശ്യത്തെയും ഒഴിവാക്കിക്കൊണ്ടിരുന്നു. തദ് ഭിന്നം അദൃശ്യം ച. കാണപ്പെട്ടതിനെയൊക്കെ ഇതല്ല ഇതല്ല എന്ന് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കാണാനല്ല വിപശ്യത്ത് ശ്രമിച്ചത്. ഓരോ ദൃശ്യത്തെയും കണ്ടു കഴിയുമ്പോൾ ഇനിയും വേറൊന്ന് കാണണം, എനിക്ക് ഇത്രയും കണ്ടാൽ പോരാ, ഇനിയും കാണണം എന്ന ആഗ്രഹത്തോടു കൂടി മതി വരാതെ കണ്ടതിൽ നിന്ന് വിഭിന്നങ്ങളായ ദൃശ്യങ്ങളെ കാണാനുള്ള കൊതിയുമായി തദ്ഭിന്നം അദൃശ്യം ച വിഷയമുദ്ദിശ്യ. കാണപ്പെടാത്ത ദൃശ്യങ്ങൾ പലതുമുണ്ട് ഈ പ്രപഞ്ചത്തിൽ, അതൊക്കെ എനിക്ക് കാണണം എന്ന ആഗ്രഹത്തോടുകൂടി ഗമ്യം അഗമ്യം ച ദേശം വേഗാൽ ലംഘേത. അതിനാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദേശത്തിൽ കാണാൻ കഴിയാത്ത ദൃശ്യങ്ങളെ മറ്റൊരു ദേശത്തിൽ ചെന്നാൽ കാണാൻ പറ്റും. അതിനാണ് ഞാൻ യാത്ര ചെയ്തത്. അങ്ങനെ അതിവേഗത്തിൽ ഞാൻ ദൃശ്യങ്ങളെ താണ്ടിക്കടന്നുകൊണ്ടിരുന്നു. അങ്ങനെ മമ വർഷഗണാ ബഹവോ ഗതാഹ. വർഷങ്ങളുടെ കൂട്ടങ്ങൾ കടന്നുപോയി. 1-2 വർഷമല്ല, അനേകം വർഷങ്ങൾ ഞാനിങ്ങനെ ദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞു. പക്ഷെ എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ? ഈ കഥ ഇങ്ങനെ തുടർന്നു പോയാൽ ഒരവസാനം വരും, അധികം താമസിയാതെ വരും.